എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഞാൻ മിത്രവിന്ദയാണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എണ്ണ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എൻ്റെ മുടിയിൽ ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണേ. അപ്പോഴതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചു, ചേച്ചി ആ ഒരു എണ്ണ ഉണ്ടാക്കുന്ന വിധം ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുവാണേ, നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ വാക്ക് വിശ്വസിച്ച് ഈ എണ്ണ ഉണ്ടാക്കിക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ തലമുടിയുമായി ബന്ധപ്പെട്ട ഒരു 70% പ്രോബ്ലംസും സോൾവ് ആവുന്നതാണ്. ഇതൊരിക്കലും എൻ്റെ ഒരു എണ്ണ ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് ചാനലിന് വ്യൂ കിട്ടാനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയോ അങ്ങനെയൊന്നുമായിട്ട് നിങ്ങൾ കാണരുത്. എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. ഇപ്പം കുറേ നാളുകളായിട്ട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഈ താരൻ്റെ ശല്യം, അതും അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഈ പെയിൻ ശല്യം, ഇതൊക്കെ മാറാനായിട്ട് ഈ എണ്ണ ഒരുപാട് ഉപയോഗപ്രദമാണ്. ഇതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാമേ. ദാ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ചെറുള്ളിയാണ്. ഒരു പിടി ചെറിയുള്ളി. പിന്നെ വേണ്ടത് കരിഞ്ജീരകം. അങ്ങാടിക്കടയിലും അതുപോലെ ഗ്രോസറി ഷോപ്സിലും ഒക്കെ കിട്ടുന്നതാണ് ബ്ലാക്ക് ക്യുമിൻ സീഡ് അഥവാ കരിഞ്ജീരകം. ഇത് 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കണം. ഈ കരിഞ്ജീരകം കുതിർത്ത് കഴുകി വാരിയെടുത്തതാണത്. പിന്നെ വേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, അതും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തൊടിയിലും വരമ്പത്തും ഒക്കെ കിട്ടുന്ന കയ്യൂന്നിയില്ലേ, കയ്യൂന്നിയാണ്. കയ്യൂന്നിയുടെ തണ്ടും ഇലയും ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. ഈ 3 സാധനങ്ങൾ മസ്റ്റായിട്ട് വേണം. ഇവയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ചേച്ചി കരിഞ്ജീരകം കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഈ 3 ഘടകങ്ങളാണ് ഈ എണ്ണയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ കയ്യൂന്നിയുടെ തണ്ട്, ഇല, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പിന്നെ കരിഞ്ജീരകം. ഇതരയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ അരി കഴുകി വെച്ചിരിക്കുന്ന കാടി വെള്ളമില്ലേ, അരി കഴുകുന്നത്, എന്തരി വേണേലും ആയിക്കോട്ടെ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മട്ട റൈസാണ്. നമ്മുടെ ചുവന്ന അരിയില്ലേ, തവിടുള്ള അരി, അതാണ്. ഇപ്പം തവിട് കളഞ്ഞ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അതെടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് അരി വെച്ചാണോ നിങ്ങൾ കഞ്ഞി വെക്കുന്നത്, ആ അരി കഴുകിയ വെള്ളത്തിലാണ് നമ്മളിത് അരയ്ക്കേണ്ടത്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. എന്നുകൊണ്ട് നെകയ്ക്കൊന്നും വെള്ളം വേണ്ട കേട്ടോ. അത്യാവശ്യം കുറച്ച് വെള്ളം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ വേണ്ട, ഞാൻ ഈ ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഈ കരിഞ്ജീരകവും കയ്യൂന്നിയുടെ തണ്ടും ഇലയും കൂടി മിക്സിയുടെ ജാറിലാണ് അരയ്ക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നോളും കേട്ടോ. ഇതിൻ്റെ തണ്ടും ഇലയും അതുപോലെ അത് മതി കേട്ടോ. സമൂലം ഒന്നും എടുക്കണ്ട, വേരോ അങ്ങനെ പൂവോ കായോ ഒന്നും വേണ്ട, സമൂലം വേണ്ട. അല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ തണ്ടും ഇലയും മാത്രം എടുത്താൽ മതി കയ്യൂന്നിയുടെ. ഇത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലായിടത്തും ഇത് കാണുന്നതാണ്. ഇപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളും കാണും കേട്ടോ. പക്ഷേ അങ്ങനെ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു എണ്ണയ്ക്ക് വേണ്ട ഘടകങ്ങൾ തന്നെയാണ് ഈ 3 ചേരുവകൾ. അതുകൊണ്ടാണേ. അപ്പോൾ അത്യാവശ്യം ഞാൻ ആ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ട, മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. നന്നായിട്ട് അരച്ച് ഇങ്ങനെ നല്ല അരഞ്ഞ മഷി പോലെ കിട്ടും. അങ്ങനെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടാണ് നമ്മുടെ എണ്ണയുടെ പ്രധാനപ്പെട്ട സംഭവം. അപ്പം ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടേ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. എനിക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ ഒരു ചട്ടിയിലേക്ക് നിങ്ങൾക്ക് ഇട്ട് എണ്ണ ഉണ്ടാക്കാവേ. ഇനി കഴുകി ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. ഇതങ്ങ് നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങ് വടിച്ച് ഇട്ടേച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് എണ്ണയും കൂടെ. ഇത് ഞാനിപ്പം എടുത്തിരിക്കുന്നത് 1/2 കിലോ എണ്ണയ്ക്കാണ്. 1/2 കിലോ എണ്ണയ്ക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു പിടി പിന്നെ കയ്യൂന്നിയുടെ തണ്ടും ഇലയും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം നല്ല വെള്ളത്തിൽ കുതിർത്ത് 12 മണിക്കൂർ വെച്ച ശേഷം കഴുകി വാരിയെടുത്തത്. ഇത്രയും നന്നായിട്ട് അരച്ച് 1/2 കിലോ വെളിച്ചെണ്ണ. ഇപ്പം 1/2 കിലോ അല്ല, ഒരു 300 ഗ്രാം മുതൽ 500 ഗ്രാം വരെ നമുക്ക് ഈ ഒരു കൂട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്.
ഇത് നന്നായിട്ട് എന്നിട്ട് നമ്മൾ ഇളക്കണം. അരിച്ചൊന്നും ഞാൻ എടുക്കത്തില്ല കേട്ടോ. ഞാനിത് മുഴുവനായിട്ടും അങ്ങ് ഒഴിക്കത്തേ ഉള്ളൂ. ഒഴിച്ച് നന്നായിട്ട് ഇത് വറ്റി വറ്റി വരണം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ്. മുടിയുടെ വളർച്ചയ്ക്കും താരൻ പോകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നെസ് തോന്നാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് ഈ ചെറിയ ഉള്ളി. പിന്നെ കരിഞ്ജീരകവും കയ്യോന്നിയും അവയും ഇതുപോലെ തന്നെ ഫലം ചെയ്യുന്നതാണ്. ഇത് നന്നായിട്ട് വറ്റിച്ച് നമ്മൾ ഇത്തിരി സമയം എടുക്കും കേട്ടോ. എന്നും കൊണ്ടൊരു അരമണിക്കൂറിൽ താഴെ സമയം എടുക്കുകയുള്ളൂ. ഇതിങ്ങനെ കുറേ കഴിയുമ്പോൾ നന്നായിട്ട് തിള വന്നു തുടങ്ങും. തിള വരുമ്പോൾ ഈ എണ്ണ ഈ മരുന്നിലേക്ക് അങ്ങ് ചേർന്ന് വരുന്നതാണേ. അങ്ങനെ ഇപ്പം ഇതിൻ്റെ പാകം അറിയത്തില്ല എന്നൊന്നും ആരും ഓർക്കണ്ട. ഇത് നന്നായിട്ട് വറ്റി വറ്റി വന്നു കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം ആയിട്ടില്ല, ഒരു എന്താ പറയണ്ടേ, ഒരു പകുതി ഭാഗം പോലും ആയിട്ടില്ല. ഇതാ മരുന്ന് ഈ തിള വന്നതേ ഉള്ളൂ. ഇതിനി പറ്റി വരുമ്പോഴത്തേക്കിനും കുറച്ചേ കാണുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്നുണ്ടല്ലോ 1/4 കിലോയുടെയാണ് കേട്ടോ. 1/4 കിലോ എണ്ണയ്ക്കുള്ളതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഒരു പിടി എന്നുള്ള കണക്കിൽ 1/2 കിലോ എണ്ണ വരെ ഉപയോഗിക്കാം. 1/2 കിലോ എണ്ണയ്ക്ക് വരെ ഉപയോഗിക്കാവുന്ന കണക്കാണത്. ഇതിനി ലാസ്റ്റ് വറ്റി വരുന്നത് ഇത്രയേ ഉള്ളൂ വറ്റി വന്നപ്പോൾ. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അസാധ്യമാണ് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇപ്പോഴും ഞാൻ തവി എടുക്കുമ്പോൾ കണ്ടോ, നല്ല ബ്ലാക്ക് കളറിലാണ് ഈ എണ്ണ കിട്ടുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ തേണ്ടേ ഇതിൻ്റെ ആ മരുന്നില്ലേ, ആ മരുന്നിൻ്റെ ഭാഗം ഇങ്ങനെ തവിയുടെ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വടിച്ച് വെക്കും. അപ്പോൾ അതേന്നും കൂടെ ഊർന്ന് നന്നായിട്ട് ആ എണ്ണ ഇങ്ങനെ ഇറങ്ങിപ്പോരും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഉണ്ടാക്കി നോക്കുക.